ചിറ്റൂർ ദേശത്തെ ചിറ്റൂരപ്പന്റെ അമ്പല നടവഴിയിലൂടെ സഞ്ചരിച്ചതിന് കാളിക്കുട്ടി എന്ന പുലയനെ നായർ മാടമ്പിമാർ അതിക്രൂരമായി തല്ലിക്കൊന്നു. ഭാര്യയ്ക്ക് പേറ്റുനോവാണെന്നറിഞ്ഞപ്പോൾ വയറ്റാട്ടിയുടെ വീട്ടിലേക്ക് എളുപ്പം എത്താൻ അമ്പലവഴി ഉപയോഗിച്ചു എന്നതായിരുന്നു അയാൾ ചെയ്ത തെറ്റ്. പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാൻ അവകാശമുള്ള വഴിയിലൂടെ മനുഷ്യനായി പിറന്നവന് നടക്കാൻ അവകാശമില്ലാത്ത കെട്ടകാലത്ത് കാളിക്കുട്ടി ചെയ്തതായിരുന്നു തെറ്റ്. നടക്കാൻ അമ്പലവഴി ഉപയോഗിച്ചു എന്നതിനേക്കാൾ വലിയ തെറ്റ് അയാൾ പുലയനായി ജനിച്ചു എന്നതായിരുന്നു. അതേ വർഷമാണ് വെങ്ങാനൂരിലെ പൊതുനിരത്തിൽ കൂടി മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടി പായിച്ചത്. പൊതു ഇടങ്ങളിൽ നിന്ന് അട്ടിയോടിക്കപ്പെട്ട ദളിതനെ ആത്മബോധത്തോടെ തെരുവിലിറക്കിയത് ആ വില്ലുവണ്ടിയായിരുന്നു. അപമാനവും അവഹേളനവും മാത്രം നിറഞ്ഞ ജീവിത വഴികളിൽ നിന്ന് അതിനെല്ലാം തൂത്തുകളഞ്ഞുകൊണ്ട് ഒരു ജനത സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് നടന്നു കയറിയതിന്റെ തുടക്കമായിരുന്നു അത്. തിരിച്ചറിയാത്തിടത്തോളം അഭിമാനവും തിരിച്ചറിയുന്തോറും അപമാനവുമായി മാറുന്ന അടിമത്തത്തിന്റെ ഇരയായ കാളിക്കുട്ടിയുടെ മകൻ ചിന്നന്റെ ജീവിതയാത്രയാണ് ശ്രീനാഥ് ശങ്കരൻകുട്ടിയുടെ പദമ്പ് എന്ന നോവൽ. കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രം കൂടിയാണിത്. വായിച്ചിരിക്കേണ്ട നോവലാണ്.